നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ അമർത്തൂ. നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി. രാത്രിയിൽ ബ്രൈറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ. നഗരങ്ങൾ, തെരുവുവിളക്കുകൾ ഉള്ള സ്ഥലത്ത്, ലൈൻ ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ, തെരുവുവിളക്കുകൾ ഇല്ലാത്ത സ്ഥലത്ത്. ഇതിൻ്റെ ഉത്തരം നഗരങ്ങൾ, തെരുവുവിളക്കുകൾ ഉള്ള സ്ഥലത്ത്. മാൻഡേറ്ററി ട്രാഫിക് സൈൻ ഏതെല്ലാം? ചതുരത്തിലുള്ളവ, വൃത്തത്തിലുള്ളവ, ത്രികോണത്തിലുള്ളവ. ഇതിന് ശരിയായ ഉത്തരമായി വരുന്നത് വൃത്തത്തിലുള്ളവ. ചിഹ്നം തിരിച്ചറിയുക. നോ എൻട്രി, മുമ്പോട്ട് മാത്രം പോവുക, വലത്തോട്ടോ ഇടത്തോട്ടോ പോകാം. വളരെ ശ്രദ്ധിച്ച് ഉത്തരം നൽകുക. ഇതിന് ശരിയായ ഉത്തരമായി വരുന്നത് മുമ്പോട്ട് മാത്രം പോവുക. അടുത്തത് ചിഹ്നം തിരിച്ചറിയുക. ഇടത്തോട്ട് തിരിയുക, ഇടത്തോട്ട് റോഡ് ഇല്ല, ഇടത്തോട്ട് മാത്രം തിരിയുക. ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് ഇടത്തോട്ട് മാത്രം തിരിയുക. അടുത്തത് ചിഹ്നം തിരിച്ചറിയുക. റൈറ്റ് റിവേഴ്സ് വളവ്, ലെഫ്റ്റ് റിവേഴ്സ് വളവ്, വലത്തോട്ട് തിരിഞ്ഞ് മുമ്പോട്ട്. ഇതിന് ശരിയായ ഉത്തരം റൈറ്റ് റിവേഴ്സ് വളവ്. ചിഹ്നം തിരിച്ചറിയുക. നിയന്ത്രണം അവസാനിച്ചു, നിർത്താൻ പാടില്ല, പാർക്കിംഗ് പാടില്ല. ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് പാർക്കിംഗ് പാടില്ല എന്നുള്ളതാണ്. അടുത്തത് ചിഹ്നം തിരിച്ചറിയുക. ഇടത്തോട്ട് വളവ്, ഇടത്തോട്ട് തിരിയുക, ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക. വളരെ ശ്രദ്ധിച്ച് ഉത്തരം നൽകുക. ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് ഇടത്തോട്ട് വളവ്. ചിഹ്നം തിരിച്ചറിയുക. ഹോൺ നിരോധിച്ചിരിക്കുന്നു, തുടർച്ചയായി ഹോൺ മുഴക്കുക, ഹോൺ മുഴക്കുക. വളരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ചോദ്യമാണ്. ഇതിന് ശരിയായ ഉത്തരമായി വരുന്നത് ഹോൺ നിരോധിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലൈൻ വരച്ച് സ്റ്റോപ്പ് എന്ന് എഴുതുന്ന സ്ഥലം. ജംഗ്ഷനിൽ, പാലത്തിന് മുമ്പ്, മലമുകളിൽ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് ജംഗ്ഷനിൽ. ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ്. അനുവദനീയം, അനുവദനീയമല്ല, നോ പാർക്കിംഗ് ബോർഡ് ഇല്ല എങ്കിൽ അനുവദനീയം. ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് അനുവദനീയമല്ല എന്നുള്ളതാണ്. വെറും 59 രൂപ മുടക്കി നമ്മുടെ കിസ്വെബിന്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ ലേണേഴ്സിന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പേജിൽ കാണാൻ സാധിക്കും. ജോയിൻ ചെയ്യൂ, ഈസിയായി ടെസ്റ്റിൽ വിജയിക്കൂ. ചിഹ്നം തിരിച്ചറിയുക. കാൽനടക്കാരുടെ ക്രോസിംഗ്. കാൽനടക്കാർക്ക് കയറാം, കാൽനടക്കാരുടെ ക്രോസിംഗ് പാടില്ല. ശരിയായ ഉത്തരമായി വരുന്നത് കാൽനടക്കാരുടെ ക്രോസിംഗ് എന്നതാണ്. ചിഹ്നം തിരിച്ചറിയുക. മുന്നിൽ തടസ്സമുണ്ട്, റെയിൽവേ ക്രോസ്, തൂക്കുപാലം മുമ്പിൽ. ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് മുന്നിൽ തടസ്സമുണ്ട് എന്നുള്ളതാണ്. ചിഹ്നം തിരിച്ചറിയുക. യു ടേൺ പാടില്ല, വലത്തോട്ട് തിരിയാൻ പാടില്ല, ഇടതുവശത്തുകൂടി ഉള്ള ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു. ഉത്തരം വലത്തോട്ട് തിരിയാൻ പാടില്ല. ചിഹ്നം തിരിച്ചറിയുക. പാറ കൊണ്ടുള്ള റോഡ്, വഴുക്കലുള്ള റോഡ്, പാറ വീഴുന്ന ഇടം. ശ്രദ്ധിക്കുക. ഇതിന് ശരിയായ ഉത്തരമായി വരുന്നത് പാറ വീഴുന്ന ഇടം. യു ടേൺ തിരിയുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം? പോലീസിൻ്റെ നിർദ്ദേശം പാലിക്കുക, റിയർ വ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്നും വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വലതുവശത്തേക്ക് സിഗ്നൽ നൽകി എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ തിരിയുക, ഇടതുവശത്തേക്ക് തിരിയുക. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം റിയർ വ്യൂ മിററിൽ നോക്കി പിന്നിൽ നിന്നും വാഹനം വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി വലതുവശത്തേക്ക് സിഗ്നൽ നൽകി എതിർ ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്താതെ തിരിയുക. വാഹന ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് കാലാവധി എത്ര? 6 മാസം, 1 വർഷം, 5 വർഷം. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ശരിയായ ഉത്തരം 1 വർഷം. ട്രാക്ടറിൽ അനുവദനീയമായ ആളുകളുടെ എണ്ണം. ഡ്രൈവറും സഹായിയും, ഡ്രൈവർ മാത്രം, 2 പേർ. ഇതിന് ശരിയായ ഉത്തരമായി വരുന്നത് ഡ്രൈവർ മാത്രം.
മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം? ഹോൺ മുഴക്കിക്കൊണ്ട് എതിരെ വാഹനങ്ങൾ ഇല്ലാത്തപ്പോൾ മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്നും സിഗ്നൽ കിട്ടിയ ശേഷം. ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്നും സിഗ്നൽ കിട്ടിയ ശേഷം. ചിഹ്നം തിരിച്ചറിയുക. സൈഡ് റോഡ് തടസ്സം, ഇടത്തോട്ട് റോഡ്, പാലം മുന്നിലുണ്ട്. ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് സൈഡ് റോഡ് തടസ്സം. അടുത്ത ചോദ്യം, വാഹനം ഓടിക്കുന്ന ആൾ കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകളുടെ എണ്ണം? 3, 4, 5. ഏതൊക്കെ സിഗ്നലാണ് കൈകൊണ്ട് കാണിക്കേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിയുന്നവർക്ക് സുഖമായിട്ട് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. അറിയാത്തവർക്ക് നമ്മുടെ ചാനലിൽ ഏതൊക്കെ സിഗ്നലാണ് എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അത് കാണാവുന്നതാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് 5 ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ വീഡിയോ. 20 ചോദ്യങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരിയായി ആൻസർ ചെയ്തു എന്നുള്ളത് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.